ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഈസി ആയിട്ട് ഒരു ഡെയിലി റൂട്ടീൻ ടൈം ടേബിൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് വീഡിയോ. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. കാണാത്തവരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐക്കാർഡിലും കൊടുത്തേക്കാം. എല്ലാവരും കണ്ടു നോക്കുക. തീർച്ചയായും എല്ലാ പേരൻസിനും ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ഒരു ടൈം ടേബിൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമും നോട്ട്സിൻ്റെ വീഡിയോസ് വരുന്ന ടൈമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ സ്കൂളിലും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമൊക്കെ വ്യത്യസ്തമായിരിക്കും. അവർക്ക് അതിനനുസരിച്ച് ടൈമിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരെ പഠിപ്പിക്കാനും കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുട്ടികളുടെ വേക്കപ്പ് ടൈം രാവിലെ 7 മണിക്കാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഓൺലൈൻ ക്ലാസ് അല്ലേ, സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ പാട് തന്നെ അവർ കിടക്കുന്ന ബെഡ് വിരിച്ചിടും. അതിനുശേഷം ബ്രഷ് ചെയ്യുക, പിന്നെ കുളിക്കുക, കുറച്ച് നേരം എക്സസൈസ് ചെയ്യിപ്പിക്കുക. അത് ഞാൻ ഈ ടൈം ടേബിളിൽ എഴുതിയിട്ടില്ല. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ദെൻ ഒരു 9 മണിയൊക്കെ ആയാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്സ് റീഡ് ചെയ്യുക. GKയോ സ്റ്റോറി ബുക്സോ, ഇവിടെ മിക്കവാറും സ്റ്റോറി ബുക്സ് ആവും റീഡ് ചെയ്യാറ്. ദെൻ ഒരു 11 മണിയൊക്കെ ആയാൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. ഡ്രോയിങ്ങോ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഡാൻസും പാട്ടൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം. ദെൻ ഒരു 12 മണിക്ക് സ്കൂളിലെ നോട്ട്സ് എഴുതിപ്പിക്കും. 1 മണിക്ക് ലഞ്ച് കഴിക്കും. ദെൻ ഒരു 1:30 മുതൽ 3 മണി വരെ റെസ്റ്റിംഗ് ടൈമാണ്. ഉറങ്ങുകയോ റെസ്റ്റ് എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ദെൻ 3 മണി മുതൽ 5 മണി വരെ സ്റ്റഡി ടൈം. ആ ഒരു സമയത്താണ് എനിക്ക് ഫ്രീ ആയിട്ടിരുന്ന് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ടൈമിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ദെൻ 5 മണി മുതൽ 5:15 വരെ ടീ ടൈം. പിന്നെ 5:15 മുതൽ 6:15 വരെ പ്ലേ ടൈം. 6:30 മുതൽ 7:30 വരെയാണ് ഇവർക്ക് ഓൺലൈൻ ക്ലാസ്. അത് കഴിഞ്ഞാൽ 7:30 മുതൽ 8:30 വരെ റിലീജിയസ് സ്റ്റഡി, മതപരമായ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കും. 8:30 മുതൽ 9 മണി വരെയാണ് ഡിന്നർ ടൈം. അത് കഴിഞ്ഞ് 9 മണി മുതൽ 9:30 വരെ ഒരു അരമണിക്കൂർ TV കാണാൻ അനുവദിക്കും. റെഗുലറായിട്ട് TV കാണുന്ന ശീലം പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് 10 മണിക്ക് അവരെ ഉറക്കാൻ കിടത്തും. ബെഡ് ടൈം സ്റ്റോറി ബുക്സ് റീഡ് ചെയ്തിട്ടാണ് അവരെ ഉറക്കാറ്. ദിവസം കുറച്ച് നേരം ഉറങ്ങുന്നതിന് മുമ്പ് സ്റ്റോറി വായിക്കും, അങ്ങനെ ഉറങ്ങിപ്പോകും. അതാണ് പതിവ്. ഈ ടൈം ടേബിളിൽ ഗ്ലാസ് വരച്ചിരിക്കുന്നത് ആ ടൈമിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. ഒരു ദിവസം 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്നല്ലേ, പക്ഷേ അത്രക്കൊന്നും ഇവിടെ കുടിക്കാറില്ല. ആ ഗ്ലാസിൻ്റെ പിക്ചർ കാണുമ്പോഴെങ്കിലും അവർ ഇടയ്ക്ക് വെള്ളം കുടിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ വരച്ചു കൊടുത്തത്. നല്ല ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ടൈം ടേബിൾ നോക്കി വായിക്കാനൊന്നും അറിയണമെന്നില്ല. അവർക്ക് അതിന് പകരം ഓരോ ടൈം എഴുതിയിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുടെ പിക്ചർ നമുക്ക് അറിയുന്ന പോലെ വരച്ചു കൊടുക്കുക. അവർക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടി കളർ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കുക. ഒട്ടും വരക്കാൻ അറിയാത്തവരാണെങ്കിൽ പിക്ചേഴ്സ് ഏതെങ്കിലും ബുക്കിൽ നിന്ന് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വീക്ക്ലി കാർഡും കൂടെ കാണിക്കുന്നുണ്ട്. അതിൽ ഈ ടൈം ടേബിളിൽ പറഞ്ഞ പ്രകാരം കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ചെയ്തിട്ടുണ്ടോ എന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് നേരെ ക്രോസ് ചെയ്യുക. അങ്ങനെ ഓരോ ആഴ്ചയും ഓരോ കാർഡ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്താൽ ആ ദിവസം ഒരു സ്റ്റാർ കൂടെ കൊടുക്കണം. ഇങ്ങനെ ഒരു മാസം മുഴുവൻ ഈ വീക്ക്ലി കാർഡ് പ്രകാരം കൂടുതൽ ടിക്കും സ്റ്റാറും മേടിച്ചാൽ ആ മാസം ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർ ഓരോ കാര്യങ്ങളും നല്ല ത്രില്ലോട് കൂടി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ടൈം ടേബിളിൻ്റെ ഫോർമാറ്റ് വേണ്ടവർക്ക് ഇമെയിൽ ID കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മെയിൽ ചെയ്തു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റു പേരൻസിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.